വയനാട്ടിൽ നിന്നും അനൂപ് കൂടിയുണ്ട്. സിപിഐഎം വയനാട് ജില്ലാ സമ്മേളനവും രണ്ടാം ദിനത്തിലാണ്. പൊതുചർച്ചകൾ തുടരുകയാണ്. സമ്മേളനത്തോടനുബന്ധിച്ച് ബത്തേരിയിൽ ഇന്ന് വൈകിട്ട് സാംസ്കാരിക സമ്മേളനം അടക്കം നടക്കുന്നുണ്ട്. അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വയനാടും നാളെ സമാപനമാണ്. വലിയ തോതിലുള്ള ഒരു പ്രവർത്തക നിരയുടെ ഒരു ആവേശവും ഒക്കെയും കാണാനുണ്ട്. പൊതുചർച്ച ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം രണ്ടാം ദിനം പുരോഗമിക്കുകയാണ്. ഇന്നലെ ജില്ലാ സെക്രട്ടറി പി ഗഹറിനെ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചകൾ പൂർത്തിയായിരുന്നു. അതിന്മേലുള്ള പൊതു ചർച്ചയാണ് ഇന്ന് പ്രധാനമായി നടക്കുക. 8 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് അവിടെ പ്രാതിനിധ്യമനുസരിച്ച് സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് 8 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള വിവിധ പ്രതിനിധികൾ ഇന്ന് പൊതുചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. കഴിഞ്ഞ ദിവസം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ ഉദ്ഘാടന പ്രസംഗവും അതും കൂടി ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പൊതു ചർച്ചയാണ് പ്രധാനമായും നടക്കുന്നത്. അതോടൊപ്പം വയനാടിൻ്റെ വിവിധ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട വിവിധ പ്രശ്നങ്ങൾ, അതിൽ ഇടപെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം സംബന്ധിച്ച് വിശദമായ ചർച്ചയും അപകടവും വിശകലനവുമെല്ലാം ഏതായാലും പൊതു ചർച്ചയിൽ നടക്കും. പൊതു ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം പൊതുചർച്ചയ്ക്ക് മേൽക്കമ്മിറ്റി പ്രതിനിധികളും ജില്ലാ സെക്രട്ടറിയും മറുപടി നൽകും. അതാണ് ഇന്നത്തെ സംഘടനാ നടപടിക്രമം. അത് ഇന്ന് വൈകിട്ട് ബത്തേരി നഗരസഭാ ഹാളിലാണ് ഒരു സാംസ്കാരിക സദസ്സ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം പോളിറ്റ് ബ്യൂറോ അംഗം എളമരം കരീമാണ് അതിൽ പങ്കെടുക്കുക. മുഖ്യപ്രഭാഷണം KN കുഞ്ഞഹമ്മദ് നടത്തും. അതോടുകൂടി ഇന്നത്തെ സംഘടനാ നടപടികൾ അല്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ ഇന്നത്തെ ദിവസം സമാപിക്കും. നാളെയാണ് പൊതുസമ്മേളനത്തോടുകൂടി ജില്ലാ സമ്മേളനം സമാപിക്കുക. നാളെ രാവിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയെയും പുതുതായി തിരഞ്ഞെടുക്കും. അതിനുശേഷം പൊതുസമ്മേളനം പരിപാടികളിലേക്ക് സമ്മേളനം കടക്കും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 1,00,000 പേർ പങ്കെടുക്കുന്ന ബഹുജന മാർച്ചും ചുവപ്പ് വോളണ്ടിയർ പരേഡ് മാർച്ചുമെല്ലാം നടക്കും. ആ വിധത്തിൽ ഒരു വലിയ ക്രമീകരണമാണ് ഏതായാലും പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ സമ്മേളനത്തിന് സമാപന ദിവസത്തോട് അനുബന്ധിച്ച് CPM ആസൂത്രണം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നത്. ഏതായാലും വളരെ ആവേശകരമായ രീതിയിൽ സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ നാളെ സമാപന ദിവസമാകുമ്പോഴും ആവേശം നിലനിൽക്കുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. സംഘടനാ നടപടിക്രമം അനുസരിച്ച് നാളെയാണ് പ്രധാനമായും പുതിയ തെരഞ്ഞെടുപ്പ് ഭാരവാഹികൾ അല്ലെങ്കിൽ പുതിയ കമ്മിറ്റിയെല്ലാം തിരഞ്ഞെടുക്കുക. ഏതായാലും രണ്ടാം ദിവസമായി ഇന്ന് പൊതുചർച്ച എടത്തറ ഓഡിറ്റോറിയത്തിൽ ബത്തേരിയിൽ PA മുഹമ്മദ് നഗറിൽ പുരോഗമിക്കുകയാണ്. ശരി, അനൂപാണ് വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.